പത്രത്തെ വാർത്ത എന്തായാലും കൊള്ളാം. ഒരുത്തൻ തൻ്റെ വീട്ടിലുള്ള എല്ലാവരും കുപ്പിയായിട്ട് അടിച്ചു കൊടുത്തു. ഇവന് വേറെ പണിയൊന്നും ഇല്ല. ഒരു ചായ കൊണ്ടോ? ഇന്ന കൊണ്ടുവരും. തേയില പൊടി കാണാനല്ലേ. ഇപ്പൊ ഒരു 5 മിനിറ്റ് ഇപ്പൊ കൊണ്ടുതരാം. നിനക്ക് പെട്ടെന്ന് ചായ ഇടാൻ അറിയത്തില്ലേ? മര്യാദക്ക് വേറെ ഏതെങ്കിലും ജോലിക്കാരെ വെച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞോ? പറയണെങ്കിൽ നേരെ പറയാം. പൊന്നു പെന്ന് ഇത്തിരി ചായ ഒന്ന് ഇട്ടുകൊണ്ടുവാ. ഇത്രയും മര്യാദക്ക് പറഞ്ഞാൽ മതിയോ? ഇത്രയും തന്നെ മതിയേ. നീ എന്താടാ ഉറങ്ങി വരുന്നു? അങ്ങോട്ട് മാറിയില്ല. അത് ഞാൻ പറയാം. ഞാൻ ആദ്യം ഇരിക്കട്ടെ. പിന്നെ ഇവിടെ വന്നിരിക്കും. എന്താടാ പറഞ്ഞതുപോലെ ഇരിക്കുന്നേ? 2-3 ദിവസമായിട്ട് രാത്രി ഉറക്കമില്ല. നീ ഇവിടെ കിളക്കാനാടാ പോണ? എങ്ങനെയാ ഉറങ്ങുക? എപ്പോഴും ഫോണിൽ തോണ്ടിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്? ഇവൻ പറഞ്ഞതുപോലെ നീ എപ്പോഴും ഫോണിൽ തോണ്ടുകയല്ലേ ചെയ്യുന്നത്? അന്ന് നമ്മുടെ വീട്ടിൽ വെള്ളം തുറന്ന് വിടുമ്പോൾ ശബ്ദം കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങാത്തത്. നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്നുള്ളല്ലോ. നമുക്കൊരു ശബ്ദം കേൾക്കുന്നില്ലല്ലോ. അതെ, ഞാനും നന്നായിട്ട് ഉറങ്ങുന്നുണ്ടല്ലോ. നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ നീ വലിയ ബിസിനസ് മാൻ ആവുന്നത് പോലെ ആലോചിച്ച് കിടന്നു നോക്കാം. അപ്പം നിനക്ക് ഉറക്കം വരും. നീ വല്ല പെണ്ണുങ്ങളെ വിചാരിച്ചുകൊണ്ട് കിടക്കാതെ വല്ല ബിസിനസ്സിന്, ഇവൻ പറഞ്ഞ പോലെ വല്ല ബിസിനസിന്റെ കാര്യം ആലോചിച്ചുകൊണ്ട് കിടക്കണം. ഓ ശരി. ഹായ്, ഞാൻ ബിസിനസ് ആയി. എന്താടാ ഞാൻ ഒരു ചിക്കൻ ബിരിയാണി തിന്നണത് സ്വപ്നം കണ്ടുപിടിക്കണം. അവൻ ബന്നി എന്ന് വിളിക്കണം. എന്ത് വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുന്നു. എവിടെ? പുറത്ത്. നിനക്ക് തോന്നിയല്ലേ ഇവിടെ? ശരിയാണല്ലോ, എനിക്ക് കേൾക്കണുണ്ടല്ലോ. വാ എന്തായിക്കോളാ ആ സൗണ്ട്? നീ ഇവിടെ അല്ലേ? ഞാൻ നോക്കിട്ട് വരാം. ഇതൊന്ന് ഡോറിൽ സൗണ്ട് ആക്കണം. ഞാൻ നോക്കിട്ട് വരാം. നീ ഇവിടെ അല്ലേ? നീ ആരാണ്? നീ ആരാ? അയ്യോ, ആരാണ് നീ? എനിക്ക് 1 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഇതിനാണോ 1 ലക്ഷം രൂപ? അതെന്തിനാ നീ അറിയണം? മര്യാദക്ക് എനിക്ക് 1 ലക്ഷം രൂപ വേണം. ഞാൻ തരില്ല. നീ തരില്ലേ? അത്രക്കാണ് എനിക്കടാ. എന്താണ് അവസാനമായി ചോദിക്കുന്നു? എനിക്ക് 1 ലക്ഷം രൂപ. ഇല്ല, ഞാൻ ഒരിക്കലും തരില്ല.